നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻ കൂടി കടന്നു പോകാറുണ്ട്. ചിലർക്ക് സ്ട്രെസ്സ് വരും, ടെൻഷൻ ഉണ്ടാകും, ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും. ഇതിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് കിടക്കാനായിട്ട് പേടിയിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പെട്ടെന്ന് എങ്ങനെ നമ്മുടെ ഈ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കടന്നു പോകുന്ന ഈ ഇമോഷൻ ഉണ്ടല്ലോ, ഈ സ്ട്രെസ് ആയിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഒരു പാറ്റേൺ ആണ്. നിങ്ങൾ പറയും ആ വ്യക്തി കാരണമാണ്, അത് കാരണമാണ്, ഇത് കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ കൂടി ഇറ്റ്സ് എ പാറ്റേൺ. ആ ഇമോഷൻ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. പലപ്പോഴും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വരാറുണ്ട് താനും. ഇതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും അറിയാതെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളൊരു നെഗറ്റീവ് ഇമോഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇമോഷനിൽ അങ്ങനെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യുക. ചിലപ്പോൾ നമ്മളിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്പേസിൽ അങ്ങനെ ആയിരിക്കും, അവിടെ തന്നെ നിൽക്കും, വീണ്ടും ദേഷ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ബട്ട് ബ്രേക്ക് ദാറ്റ് പാറ്റേൺ. ഈ പാറ്റേണിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇതിനകത്ത് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും വളരെയധികം കണക്റ്റഡ് ആണ്. എന്താണ്? മൈൻഡും ബോഡിയും കണക്റ്റഡ് ആണ്. അത് നമ്മുടെ ഫിസിയോളജി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സൈക്കോളജിയെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ കൺട്രോൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊന്ന് സ്മൈൽ ചെയ്യുക, നന്നായിട്ടൊന്ന് സ്മൈൽ ചെയ്യുക. ഈ സ്മൈൽ ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു മെമ്മറിയോ ഇമോഷനോ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. കീപ് ദാറ്റ് സ്മൈൽ. ഓക്കെ, പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഇങ്ങനെ ഒരു പവർ പോസ്റ്ററിൽ ഇങ്ങനെ പിടിക്കുക, കൈയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ച് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് നമ്മളിതാ ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു നെഗറ്റീവ് മെമ്മറി ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കത്തില്ല. നേരെ മറിച്ച് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ താത്ത് തല ഇങ്ങനെ കുനിച്ച് ഒന്നിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സാഡ് മെമ്മറി നമ്മളിലേക്ക് കടന്നു വരും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും ബോഡിയും അത്രയധികം കണക്റ്റഡ് ആണ്. നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിങ്ങോ നെഗറ്റീവ് ഇമോഷനോ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒന്ന് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ജമ്പ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമ്മളൊന്ന് ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബോഡിയുടെ കൺട്രോൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ക്വിക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടി പറ്റും. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത്, നിങ്ങൾക്ക് സങ്കടം വരുന്ന സമയത്ത്, നിങ്ങൾ ഡൗൺ ആകുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് നോക്കുക, അവെയർ ആകുക, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്ത് ചെയ്യേണ്ടതുണ്ട്? ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ആ ബോഡി ലാംഗ്വേജിന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള സെഷൻസിന് വേണ്ടിയിട്ട്, ട്രെയിനിങ് കോച്ചിങ് സെഷൻസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് താഴെ ഒരു വാട്സപ്പ് നമ്പറുണ്ട്. ആ നമ്പറിൽ ഒരു മെസ്സേജ് ചെയ്യുക, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.